ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ പാട്ടിൽ നമ്മൾ നിർത്തിയത് നമ്മുടെ കുന്തി പീച്ചിനോട് ചോദിക്കുന്നതായിരുന്നു, നിനക്ക് ഇനി ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടോയെന്ന്. ഇന്നത്തെ പാട്ടിൻ്റെ തുടക്കത്തിൽ പീച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നോട് അങ്ങനെ ചോദിച്ചതെന്ന്. ആ ചോദ്യം കേട്ടപ്പോഴാണെങ്കിൽ നമ്മുടെ കുന്തി ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. പീച്ച് ആരാനോട് ഞാൻ നിനക്ക് വേറെ ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ കുന്തി കേട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കത് കേട്ടപ്പോ വിഷമായെന്ന് തോന്നുന്നു. പിന്നെ പീച്ച് ക്യാമറ എടുത്ത് നോക്കുന്നതും കുന്തി കരാട്ടെ പ്രാക്ടീസിന് വിളിക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. തീ അപ്പോൾ പീച്ചിൻ്റെ ഇമെയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവന് ഒരുപാട് വർക്ക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിനായാലും വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനും മാഗസിൻ്റെ ഫോട്ടോഷൂട്ടിനും അങ്ങനെ വർക്ക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പീച്ചാണെങ്കിൽ ഞാനിങ്ങനെ അറിയിക്കുന്നത് വരെ ഒരു വർക്ക്സും ഏറ്റെടുക്കില്ല എന്നാണ് അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. ഈ ടൈമിലായിരുന്നു പീച്ച് ക്യാമറ എടുത്ത് വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നത്. അപ്പം നമ്മുടെ കുന്തിയാണെങ്കിൽ ഓർഗണ പോലെ അഭിനയിച്ച് കിടക്കായിരുന്നു അവിടെ. കുന്തിയാണെങ്കിൽ എന്നിട്ട് ഡ്രാമാറ്റിക് ആയിട്ട് എന്ത് പറയുന്നുണ്ട്, എല്ലാ താഴെ മുട്ടിയതും കൂടി ഇല്ല, അപ്പോഴേക്കും നമ്മൾ പിരിയേണ്ടി വരാന്നൊക്കെ അവർ വെച്ചിട്ട് അവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. പീച്ച് അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ എന്താണ് പ്രോമിസ് ചെയ്തത് അതിൽ തന്നെ നമുക്ക് കുറച്ച് നിൽക്കാം, 6 മാസത്തെ വെക്കേഷൻ തന്നെ നമുക്ക് തുടരാമെന്ന് പറയുന്നുണ്ട്. തീർന്നിട്ട് പറയുന്നുണ്ട്, ഞാനായിട്ട് വെച്ച ഈ പ്രോമിസ് ഞാനായിട്ട് തന്നെയാണ് ഈ ബ്രേക്ക് ചെയ്യണതെന്ന്. ഇപ്പോൾ വേറൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇത് മിയാൻതിയിലെ എപ്പിസോഡ് 7 ഒരു സീനാണ്. അതിൽ കുന്തി പീച്ചിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ വർക്കായിട്ട് ബിസി ആയിരിക്കും, പക്ഷെ ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കും, നിന്നെ നല്ലോണം ടേക്ക് കെയർ ചെയ്യും, നിനക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ നടത്തി തരും, നിനക്ക് വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതിന് ഞാനൊരു തടസ്സമായിട്ട് നിൽക്കില്ല, നിനക്ക് ഇഷ്ടമുള്ള പോലെ നിന്റെ ജീവിതം നിനക്ക് ജീവിക്കാം, നിന്നെയും നിന്റെ സിസ്റ്ററിനെയും ഞാൻ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ കുന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീച്ചപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഓഫർ എത്ര നാളത്തേക്കാണ് ഉണ്ടാവുകയെന്ന്. കുന്തി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അവസാന ശ്വാസം വരെ ഈ ഓഫർ ഉണ്ടാവുന്നു. കുന്തി ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടെന്ന് കേട്ടപ്പോൾ പീച്ചിന് നല്ല അത്ഭുതമാണ് തോന്നിയത്. പക്ഷെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുന്തിക്ക് പീച്ചിനെ എത്രത്തോളം ഇഷ്ടമാണെന്ന്. അവൻ്റെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കുന്തി മറക്കാറില്ല. കുന്തി എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് തന്നിട്ടുള്ള ഒരു പ്രോമിസസും ഞാൻ മറക്കാറില്ല, അതിലെല്ലാതും ഞാൻ നിനക്ക് നടത്തി തന്നിരിക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി അത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പീച്ച് പറയുന്നുണ്ട്. കുന്തി പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിനെക്കുറിച്ച് കുറച്ച് നാളായി ചിന്തിക്കുന്നു. ഇപ്പം ആരാനാണെങ്കിൽ നിനക്കൊരു ജോബ് ഓഫർ തന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിന് പറ്റിയ സമയമെന്ന്. പീച്ച് അപ്പോൾ കുന്തിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. കുന്തിയാണെങ്കിൽ അപ്പോൾ ചിരിച്ചിട്ട് ഒരു വൈനൊക്കെ സിപ്പ് ചെയ്തിട്ട് വിരലൊക്കെ നോടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണം എനിക്ക് അവസാനം ഒരു ഗ്രിപ്പ് കിട്ടിയില്ല പീച്ച് എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന ആ ഓവർ ടോപ്പ് മാഫിയ ബോസിനോടൊക്കെ ഗുഡ് ബൈ പറയേണ്ട സമയമായി എന്നൊക്കെ കുന്തി പറയുന്നുണ്ട്. കുന്തി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാൻ എപ്പോഴാണ് നിന്നോട് വരാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം തരുമോ ചോദിക്കാൻ വരുമായിരുന്നു കുന്തി. പക്ഷേ കുറച്ച് വരെ എത്തിയുള്ളൂ. അപ്പോഴേക്കും പീച്ച് പറഞ്ഞു, ആരാൻ എന്നോട് ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്, പറ്റുകയാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ കുന്തി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത്ര പെട്ടെന്ന് തന്നെ പീച്ചിന് പോകേണ്ടി വരുന്നു. നമ്മുടെ കുന്തിക്കാണെങ്കിലോ പീച്ചില്ലാണ്ട് ഇരിക്കാനും പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് പീച്ചിനെ, അവനെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല കുന്തിക്ക്. അതുകൊണ്ട് തന്നെ പീച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുന്തിയുടെ മുഖമൊക്കെ നല്ലോണം ഡള്ളാവുന്നുണ്ട്, കാരണം ആളൊട്ടും പ്രതീക്ഷിച്ചില്ല. അടുത്ത സീനിൽ പീച്ച് അരാനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അരാൻ എന്നിട്ട് ഇത് സത്യമാണെന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് തന്ന പ്രോമിസ് അവന് പാലിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അവൻ എന്നെ വീണ്ടും വർക്കിന് അയക്കുന്നത്. പോരാത്തിന് പീക്കാനറിയാം എനിക്ക് വർക്ക് ചെയ്യാൻ എത്രത്തോളം ഇഷ്ടമാണെന്ന്. പിന്നെ എന്നോട് ഇതും പറഞ്ഞു, ഞാനാണ് അവൻ്റെ ഹൃദയം, അവൻ്റെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അവൻ ഭയങ്കര സ്വീറ്റാന്നൊക്കെ പീച്ച് പറയുന്നു. ഇവിടെ നമ്മുടെ കുന്തിയാണെങ്കിലോ ഷവറൊക്കെ ഓണാക്കിയിട്ടിരുന്ന് ബാട്ടബിൽ കരയാണ്, കാരണം പുള്ളിക്ക് അത്ര വിഷമമുണ്ട് പീച്ചിനെ പെട്ടെന്ന് പിരിയുന്നതിൽ. ഇങ്ങേരുടെ ഈ വിഷമവും കരച്ചിലൊക്കെ കണ്ടിട്ട് ബട്ട്ലർ ആ ഷവറൊക്കെ ഓഫ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പീച്ചിനോട് കുറച്ചും കൂടി സമയം തരാൻ പറഞ്ഞോടെ, നിങ്ങൾക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുന്തി പറയുന്നുണ്ട്, ആണുങ്ങൾ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കണം, ഒരു വട്ടം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറരുത്, എന്ത് കാരണമായാലും എന്ത് പ്രശ്നം വന്നാലും അതിന് ധൈര്യത്തോടെ ഫേസ് ചെയ്യണം എന്നൊക്കെ കുന്തി പറയുന്നുണ്ട്. അപ്പോഴും ബട്ട്ലർ കുന്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുമായിട്ട് ഓക്കെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും കുന്തി അപ്പോഴേക്കും ഷവർ ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബട്ട്ലറിന് മനസ്സിലായി. എനിക്കറിയായിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്, പക്ഷെ ഇത് ഇത്രയ്ക്ക് വേദന എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തില്ല ഇതെന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നു, ഇത് വല്ലാണ്ട് വേദന എടുക്കുന്നു എന്നൊക്കെ കുന്തി ഇങ്ങനെ പറഞ്ഞിട്ട് കരയുന്നൊക്കെ ഉണ്ട്. വീണ്ടും ആൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, ആളുടെ കരച്ചിൽ കണ്ടാൽ തന്നെ നമുക്കതറിയാം. അടുത്ത സീനിൽ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് കുന്തി പുറത്തേക്ക് വരുന്നുണ്ട്. പീച്ചപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ നിങ്ങളുടെ മുഖം അങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുന്തി പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കും എല്ലാം ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൾ പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയാണെന്ന് നമുക്കറിയാം.
എന്നാൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നാലോ ഒന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുന്തി ശരി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പീച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ നിൽക്കുമ്പോഴേക്കും കുന്തി 1 മിനിറ്റ് എന്ന് പറയും. എനിക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് ഹഗ്സൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നീ എന്തായാലും ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാ ജോലിക്ക് പോകല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പീച്ചാണെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് കുന്തിനെ ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പീച്ച് പറയുന്നുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആരാനായിട്ട് സംസാരിച്ച് വെച്ചോളൂ, എനിക്ക് നാളെ ലൊക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോടുകൂടി കുന്തി നാളെയാ, ഗുഡ് നൈറ്റ് പീച്ച് ലവ് പീക്കാന്ന് പറഞ്ഞിട്ട് പീച്ച് കിടന്നുറങ്ങുന്നുണ്ട്. നമ്മുടെ കുന്തിയാണെങ്കിലോ ഇത് കേട്ടോടുകൂടി കണ്ണീരൊന്നും വരാണ്ടിരിക്കാനായിട്ട് മേലോട്ട് നോക്കിയിട്ട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നൊക്കെയുണ്ട്. നമ്മുടെ കുന്തിക്കാണെങ്കിൽ നല്ല വിഷമമായിട്ടുണ്ട്. ആളിട്ട് കിടന്നിട്ട് പുതപ്പിയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ട്, അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയാം. രാവിലെ പീച്ചിട്ട് റെഡിയാവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴാണ് ഇനി വർക്കിന് പോവാന്ന്. കുന്തിയാണെങ്കിൽ പുറകിലാകെ വിഷമിച്ച് നിൽക്കുകയാണ്. കുന്തി എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിന് ഇനി എന്നാണ് അത്ര ശക്തി വരുന്നത് അന്ന് മാത്രം ഞാൻ നീ തിരിച്ചു പോകുള്ളൂ എന്ന് വർക്കിന്. കുന്തി എന്നിട്ട് ബീച്ചിനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് നിനക്കിന്ന് പോകാതിരുന്നോടെ, നിൻ്റെ തീരുമാനം ഒന്ന് മാറ്റിക്കൂടെ, ഇപ്പോൾ ലേറ്റ് ആയിട്ടൊന്നും ഇല്ല, നിന്ന് പോകാതിരുന്നോടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ ഷോൾഡറിലൊക്കെ കിസ് ചെയ്യുന്നുണ്ട്. പീച്ചപ്പോൾ ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറല്ലേ, അല്ലെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ ഇന്ന് വർക്കിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുന്തിയപ്പോൾ കുഴപ്പമില്ല, നമുക്ക് 2 പേർക്കും കുറച്ച് നേരം പരസ്പരം മിസ് ചെയ്തിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എന്നെ വീടെന്ന് പറഞ്ഞിട്ട് പീച്ച് പെർഫ്യൂം എടുത്തടിക്കുന്നുണ്ട്. എന്നിട്ട് കുന്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന് ഈ പെർഫ്യൂം അടിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ പെർഫ്യൂം അടിച്ചാൽ മതി, അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു പറയുന്നുണ്ട്. കുന്തിയാണെങ്കിൽ അപ്പോൾ ആ പെർഫ്യൂം മണത്തിട്ട് നീ തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹൃദയം തകരാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പീച്ചാണെങ്കിൽ ഇത് കേട്ടിട്ട് അവിടുന്ന് ചിരിച്ചിട്ട് പോകുന്നുണ്ട്. പീച്ച് ഡോർ ക്ലോസ് ചെയ്ത സൗണ്ട് കേട്ടിട്ട് കുന്തി അപ്പം തന്നെ ഫോണിൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് AI-നോട് ചോദിക്കുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് കുന്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ AI പറയുന്നുണ്ട് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ 2 പേരും നല്ലപോലെ പരസ്പരം മിസ് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ പിന്നെ റിയൂണിയനായിട്ട് പിന്നെ കാണുമ്പോൾ അത് വളരെ സ്പെഷ്യലായിട്ടായിരിക്കും ഫീൽ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എത്ര നാളത്തേക്കായിരിക്കും നിങ്ങൾ പിരിഞ്ഞിരിക്കുക, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല അഡ്വൈസസ് ഒക്കെ തരാമെന്ന് AI പറയുന്നുണ്ട്. ഏകദേശം 8 മണിക്കൂറിന്ന് കുന്തിയപ്പോൾ AI-നോട് പറയുന്നുണ്ട് 8 മണിക്കൂറൊന്നും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് AI കുന്തിനോട് പറയുന്നുണ്ട്. അത് കേട്ടോടുകൂടി കുന്തിയുടെ മുഖം വീണ്ടും ഡള്ളായിട്ട് ആ ഫോൺ അങ്ങോട്ട് വലിച്ചെറിയുന്നുണ്ട്. ഫാമിലി ഫുള്ള് പീച്ചിനെ വർക്കിന് അയക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുന്തി പറയുന്നുണ്ട് പിള്ളേരുടെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരെ നല്ലപോലെ നോക്കിക്കൊണ്ടെന്ന് പറയുന്നുണ്ട്. കുന്തി എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ 2 പേരും ഇനി പിരിഞ്ഞിരിക്കാൻ പോവാണ്, പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരുപോലെ നിൽക്കുന്നു ഞാൻ വിചാരിക്കണു എന്നൊക്കെ പറയുന്നുണ്ട്. ഈച്ചപ്പോൾ പറയുന്നുണ്ട് ഞാൻ ബാംഗ്ന വരെയാണ് പോകണത്, അല്ലാണ്ട് വേറെ വലിയ ദൂരത്തേക്കൊന്നുമല്ല പോകണത്, അതിനിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ ചെന്നിട്ട് കുന്തിയുടെ നിന്ന് പെട്ടിയൊക്കെ മേടിച്ചിട്ട് പിള്ളേരോട് പറയുന്നുണ്ട് ഡാഡിനെ നല്ലപോലെ നോക്കിയാളോ എന്നൊക്കെ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാനും മോർക്കും കൂടിയിട്ട് ഡാഡിനെ നല്ലപോലെ നോക്കിക്കോളാന്ന്. അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട പീച്ച്, എല്ലാം എനിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് മോക്ക് അവിടേക്ക് വരുന്നുണ്ട്. മോക്കിന് പെട്ടെന്ന് കണ്ടപ്പോൾ ഇവരെല്ലാവരും സർപ്രൈസായി. അപ്പോൾ കുന്തി പറയുന്നുണ്ട് അടുത്ത എനിക്ക് പിരിച്ചുവിട്ടവരൊന്നും വീണ്ടും തിരിച്ചെടുക്കുന്ന പോളിസി ഒന്നും ഇല്ലയെന്ന്. അതായത് കഴിഞ്ഞ സീസണിൽ മോക്കിനെ പിരിച്ചുവിട്ടല്ലോ കുന്തി, ആ റോം എങ്ങനെയാണ് അവൻ്റെ ഇരേനെ ഇത്ര പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ സമ്മതിച്ചതെന്നൊക്കെ കുന്തി ചോദിക്കുന്നുണ്ട്. സംഭവം നമുക്ക് മനസ്സിലായി. എന്നാലും അപ്പോൾ പീച്ച് ഇത് കേട്ടിട്ട് കുന്തിനൊന്നും അടിക്കുന്നുണ്ട്. അവനിപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്, ഏത് മണ്ടനെ അവനെ പെട്ടെന്ന് വഴുതി പോകാൻ സമ്മതിക്കാന്ന് പറഞ്ഞിട്ട് റോം അവിടേക്ക് വരുന്നുണ്ട്. റോമിനെ കണ്ടപ്പോൾ പിള്ളേർ 2 പേരും അങ്കിൾ റോം എന്ന് പറഞ്ഞിട്ട് റോമിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അടുത്ത സീനിൽ കുന്തിന് റോമിനെയാണ് കാണിക്കുന്നത്. അപ്പം മോക്ക അവിടേക്ക് വന്നിട്ട് കുന്തിനോട് പറയുന്നുണ്ട് കുന്തി ടീം എന്നോട് പറഞ്ഞു ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എന്നിട്ടും നിനക്കത് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മോക്കിനോട് കുന്തി. അപ്പോൾ കുന്തിയിലെ ആ കുഞ്ഞങ്ങട് മാറ്റിയിട്ട് മോക്ക് പറയുന്നുണ്ട് ടീം എന്നോട് പറഞ്ഞു മൈ ഡിയർ ഫ്രണ്ട് മോക്ക്, നീ എന്നെ വിളിക്കുന്ന ആ രീതി ഒന്ന് മാറ്റുന്നു കുന്തി വീണ്ടും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നീ തെറ്റിച്ച് പറയുന്ന ഓരോ വേർഡിനും നീ റോമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നു കുന്തി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ റോമിൻ്റെ മുഖത്താണെങ്കിൽ ഒരു കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ മോക്കിൻ്റെ മുഖത്താണെങ്കിൽ ടെൻഷനാണ് വരുന്നത്. കുന്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയാം, കാരണം കഴിഞ്ഞ സീസണിൽ നമ്മളതൊക്കെ കണ്ടതാണ് എന്തുകൊണ്ടാണെന്ന്. മോക്കാണെങ്കിൽ കുന്തി പറയണ കേട്ടിട്ട് ടെൻഷനായിട്ട് കുന്തിന്ന് പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. അപ്പം കുന്തി എണ്ണുന്നുണ്ട് ഇതൊന്ന്
മോക്കപ്പോൾ ഡ്യൂടെന്ന് വിളിക്കുന്നുണ്ട് കുന്തിനെ. കുന്തി എന്നിട്ട് സോഫയിൽ തട്ടിയിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് മോക്കിനോട് പറയുന്നുണ്ട്. മോക്കപ്പോൾ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി കാര്യം പറ ബഡ്ഡി എന്ന് പറഞ്ഞിട്ട് കുന്തി പറയുന്നുണ്ട് മോക്കിനോട്. മോക്കിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മോക്ക് എന്നിട്ട് പറയുന്നുണ്ട്, അർസേനയുടെ ടീം എന്നോട് പറഞ്ഞു ഡ്യൂഡ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വെക്കേഷൻ കട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണം. അപ്പൊ കുന്തി മോക്കിന്റെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് പറയുന്നുണ്ട്, അത് ശരിയാ ബഡ്ഡിന്ന്. കുന്തിയുടെ മുഖത്ത് നല്ലൊരു പ്രൗഡ് ഫീല് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അർസേനി ഹോങ്കോങ് ഇതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ അസിസ്റ്റന്റിനെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ വോളണ്ടിയറായി നിന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ബഡ്ഡി എന്ന് മോക്ക് പറയുന്നുണ്ട്. റോം അപ്പോൾ ടേബിളിൽ അടിച്ചിട്ട് കുന്തിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊരു സെൽഫ് സെൻറ്റേർഡ് ആണ്, എല്ലാവരും നിൻ്റെ ട്യൂണിനനുസരിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് കുന്തി അപ്പോൾ റോമിനോട് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പം എന്തിനെപ്പോൾ വന്നേന്നാണ് കുന്തി ഉദ്ദേശിച്ചത് തോന്നുന്നു. ഈ പീക്കാന്ന് പറഞ്ഞിട്ട് റോമ് ദേഷ്യപ്പെട്ടിട്ട് കുന്തിയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കുന്തിനെ പിടിച്ചിട്ട് തള്ളുന്നുണ്ട്. അപ്പം മോക്കാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. കുന്തിയാണെങ്കിൽ നീങ്ങി നിൽക്കുകയാണ്. അവരെന്നിട്ട് അവിടെ ഉന്തും തൊള്ളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ തല്ലുകൂടല്ലേ എന്ന്. ഞാൻ പറഞ്ഞ പോലെ പുതിയ അസിസ്റ്റന്റിനെ കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടിയോടെന്ന് മോക്ക് പറയുന്നുണ്ട്. പിന്നെ കുൻറോം നമ്മൾ ഇവിടെ തന്നെ ഇവരുടെ കൂടെ ആയിരിക്കും താമസിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ റോം മോക്കിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. കുന്തിനെ നോക്കിയിട്ടാണെങ്കിൽ അവർ വീണ്ടും തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ മോക്കാകെ പെട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിലും ചെറുപ്പം മുതലേ ഈ അർസേനി ബ്രദേഴ്സിന്റെ ഇടയിൽ പെട്ട് കിടക്കുന്നത് മോക്ക് മാത്രമാണ്. അടുത്ത സീനിലാണെങ്കിൽ പീച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് കാണിക്കണത്. ആരാനപ്പോൾ ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ വർക്കിന് നിങ്ങൾക്ക് പൈസയൊന്നും തരണ്ടേന്ന്. പീച്ചപ്പോൾ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ ഒന്നാമത് ക്യാമറ തൊട്ടിട്ട് കുറച്ച് മാസങ്ങളായി, അതുകൊണ്ട് ഇതൊരു നല്ല പ്രാക്ടീസ് ആയിരിക്കും എനിക്കിന്ന് പറയുന്നുണ്ട്. പീച്ച് ആരാട്ടിന് ഇപ്പോൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ ആരാൻ ഇങ്ങനെ ടേസ് ചെയ്യുന്നുണ്ട് പീച്ചിന്. എന്നിട്ട് മാരീഡ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ആരാൻ ചോദിക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഇത് ഫില്ല് ചെയ്യുന്നുണ്ടെന്ന്. കാരണം എനിക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ എണീക്കുന്നത് പീക്കാൻ്റെ അടുത്താണ്, ഉറങ്ങാൻ പോകുന്നത് അവൻ്റെ അടുത്ത് തന്നെയാണ്, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ആരാൻ പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാണ്ട് മാറിപ്പോയി പോന്ന്. പീച്ച് പറയുന്നുണ്ട്, ഞാൻ മാറിപ്പോയിട്ടൊന്നുമില്ല, ഞാനിതുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കാന്നൊക്കെ. ആരാനപ്പോൾ അതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പീച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനപ്പോൾ എന്നോട് മാരീഡ് ലൈഫിനെ കുറിച്ചൊക്കെ ചോദിച്ചേ, നിനക്കിപ്പോൾ മാരേജ് ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോന്ന്. ആരാനപ്പോൾ ഷൈ ആയിട്ട് ഞാനിതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പീച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ഒരു ഉറപ്പായിട്ടില്ലേന്ന്. ആരാനപ്പോൾ തവാനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ ഞാനിപ്പോഴും ചെറുപ്പമായ കാരനായിരിക്കാം, ഞാനിതുവരെ അവിടം വരെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ വയസ്സായെന്നാണോ നീ പറയുന്നതെന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. ആരാനപ്പോൾ പീച്ചിനോട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും പിന്നെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും എപ്പോഴും ബ്രദേഴ്സിനെ പോലെയാണ് പെരുമാറാൻ നമുക്കറിയാം. തവാനായ ടൈമിൽ ആ കുക്കിനോടും ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തവാൻ എന്നിട്ട് പീച്ചിനോട് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആരാനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആരാനാണെങ്കിൽ തവാൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീച്ച് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് നോക്കിയിട്ടായി ചിരിക്കണമെന്ന്. ഒന്നുമില്ല, എനിക്ക് വല്ലാണ്ട് പ്രൗഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അവനിപ്പോൾ എൻ്റെ ട്രെയിനായിട്ട് മാറിയിരിക്കാന്നൊക്കെ ആരാൻ പറയുന്നുണ്ട്. അവനിപ്പോൾ റൂംമേറ്റിന്ന് നിന്റെ ട്രെയിനായിട്ടൊക്കെ പ്രൊമോട്ടായില്ലേ എന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരാനപ്പോൾ ആകെ ഷൈ ആയിട്ട് വേഗം ഷൂട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പീച്ചപ്പോൾ പറയുന്നുണ്ട്, തവാനിപ്പോഴും അവനെ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇപ്പോഴും മസിൽ പിടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ, ഒന്ന് വിട്ടുകൊടുത്തോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാനപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, എനിക്കിപ്പോൾ അവനോടൊരു പ്രശ്നമില്ല, എൻ്റെ ഹൃദയമൊക്കെ അലിഞ്ഞു കഴിഞ്ഞു, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിക്കാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്കിപ്പോൾ മുൻപോട്ടും പോകണ്ട പുറകോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. പീച്ചിനപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അതുകൊണ്ട് ആരാന് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. തവാന ടൈമിൽ ആരാനെ നോക്കിയിട്ട് ആഷഫിൻ്റെ കൂടെ പോവാണ്. ആരാനാണെങ്കിൽ തവാനെ നോക്കിയിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട് അവിടെ. അടുത്ത സീനിൽ റോമോക്കിനാണ് കാണിക്കുന്നത്. റോമാണെങ്കിൽ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് ആ പഴയ പല്ലവി തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജോലിയിൽ നിന്ന് 10 വർഷത്തിൻ്റെ കോമ്പൻസേഷൻ അടക്കമാണ് പിരിച്ചുവിട്ടത്, ഇപ്പം ഞാനെങ്ങാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്ങെ എല്ലാതും ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ ലോകം മൊത്തം കറങ്ങാനും ട്രാവൽ ചെയ്യാനും പോയിനെന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ നല്ല സജഷനാണ്.
എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണല്ലേ എന്ന് മോക്ക് ഇങ്ങനെ എന്തോ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ റോമിന് കാര്യം മനസ്സിലായി. അപ്പൊ റോം അവിടുന്ന് പെട്ടെന്ന് ഏറ്റിട്ട് മോക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്നെ ഒഴിച്ച് അല്ലാതെന്ന് പറയുന്നുണ്ട്. നീ അതിൽ പെട്ടില്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെ അല്ലാതെന്ന് പറയാൻ പറ്റാന്ന് മോക്കപ്പോ ചോദിക്കുന്നു. എന്നെ മാത്രം നീ നിന്റെ എക്സെപ്ഷൻ ആക്ക്, കാരണം എൻ്റെ എല്ലാ റൂളുകളുടെയും എല്ലാത്തിൻ്റെയും എക്സെപ്ഷൻ നീയാണെന്നൊക്കെ റോമ് പറയുന്നുണ്ട്. റോം ഒരു കാരണവശാലും മോക്കിന് വിടില്ലേ. റോമിന് അത്രയ്ക്ക് ഇഷ്ടമാണ് മോക്കിനെ. മോക്കപ്പോ റോമിന്റെ നെക്കിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. നീ എന്താ ചെയ്യാൻ പോണെന്ന് റോമപ്പോ ചോദിക്കുന്നുണ്ട്. മോക്കപ്പോ സോഫ്റ്റ് ആയിട്ട് റോമിനൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റോമിനോട് അവൻ അപ്സെറ്റ് ചെയ്തതിന് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഇപ്പോ കുന്തിനെ വിട്ടിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല എന്ന് മോക്ക് പറയുന്നുണ്ട്. റോമ അപ്പോ മോക്കിന്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ ഇതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ചോദിക്കുന്നുണ്ട്. റോം എന്നിട്ട് അങ്ങനെ ചെന്ന് ക്ലോസ് ആയിട്ട് വീണ്ടും അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ റോമോക്കിന്റെ അൾട്ടിമേറ്റ് കിസ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സീനായിരുന്നു ഇത്. കാരണം ഞാനടക്കം ഒരുപാട് പേര് മിയാൻതിയുടെ ഫൈനൽ എപ്പിസോഡിലെങ്കിലും ഇങ്ങനെ ഒരു സീൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ആഗ്രഹമൊക്കെ സഫലമായിട്ടുണ്ട്. പക്ഷെ പീച്ച് ആൻഡ് മീ റിലീസിന് ശേഷം ഹ്യൂമാനേക്ക് വരുന്നതായിരിക്കും ഉടനെ. അതിനുശേഷം നമ്മളിങ്ങനെ ജീവനോട് ഉണ്ടാവുമെന്ന് വരെ എനിക്ക് ഡൗട്ടാണ്. ഇപ്പോൾ എന്തായാലും ഇനി അടുത്ത പാർട്ട് ഞാൻ നാളെ ഇടുന്നതായിരിക്കും.